പുനർജന്മമുണ്ട്. ഉണ്ട് 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 ഉണ്ട്. അതെന്തായിരിക്കും അറിയാൻ ചോദിക്കാം. ആ, അത് എന്തായിരിക്കും? ഞാൻ പെണ്ണായിട്ടാണോ ആണായിട്ടാണോ ചോദിക്കാം. അങ്ങനെ ചോദിക്കാമോ? ഓഹോ. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു പെൻഡുലം ജ്യോതിഷം അല്ലേ? അപ്പം പെൻഡുലത്തിലൂടെ നമുക്ക് എങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാം എന്നുള്ളതാണ്. അപ്പം പല വിധത്തിലുള്ള പെൻഡുലമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സാർ 2-3 നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണിച്ചു പോവാം. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് രുദ്രാക്ഷത്തിൻ്റെ പെൻഡുലമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് 6 മുഖമാണ് അല്ലേ യൂസ് ചെയ്യുന്നത്? നമുക്കൊന്ന് എടുത്ത് കാണിക്കാം. അത്യാവശ്യം വലുപ്പമുണ്ടല്ലേ? നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു. പഴക്കമുണ്ട്. ഇത് എന്നെ പഠിപ്പിച്ച സാറ് എൻ്റെ ഗുരു തന്നു എനിക്ക്. അതെ, ഇതുകൊണ്ടാണ് ഞാൻ ഈ ശരീരത്തിലെ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ഹീൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പെൻഡിലാണ് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ ഹീൽ ചെയ്യും. ഇത് വളരെ വിശിഷ്ടമായ ഒരു പെൻഡിലും തന്നെ. കാണുന്നവർക്ക് നിസ്സാരമാണ്, പക്ഷേ ഇതിൻ്റെ മഹത്വം അത്ര വലുതാണ്. നമ്മൾ ഓരോ നാൾ ഉപയോഗിച്ച് അതിന്റെ ശക്തി കൂടുകയാണോ ചെയ്യുന്നത്? അതിന് ശക്തിന് പ്രത്യേകിച്ച് ശക്തി കൂടാനും കുറയാനും ഒന്നുമില്ല. നമ്മളിതിന് എനർജി കൊടുക്കുന്നുണ്ടിരിക്കും. നമ്മളിതിനകത്ത് ശുദ്ധി ചെയ്ത് ഇതിനകത്ത് നെഗറ്റീവ് ഇത് ഗ്ലേസ് ചെയ്യാന്ന് പറയും. ഗ്ലേസ് ചെയ്യുന്നത് ഇങ്ങനെ ഗ്ലേസ് ചെയ്യും. ഗ്ലേസ് ചെയ്യുന്ന ഈ ഇതിൻ്റെ നെഗറ്റീവ് എനർജി ഇതിലുണ്ടെല്ലാം കളയുകയായിരുന്നു. കളഞ്ഞിട്ട് നമ്മൾ അതിനെ പോസിറ്റീവ് എനർജി ഇങ്ങനെ കൊടുക്കുകയായിരുന്നു. ഈ പോസിറ്റീവ് എനർജി കൊടുക്കുക എന്ന് പറയുമ്പോൾ പരംധാമത്തിൽ നിന്നുള്ള ചൈതന്യം നമ്മളിലൂടെ വന്ന സഹസ്രാരത്തേക്കൂടെ വന്ന് നമ്മളെ മകുട ചക്രത്തിനകത്തൂടെ അകത്ത് ഇതിലിട്ട് കൊടുക്കുകയായിരുന്നു. ഇത് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ ആ എനർജി ഇങ്ങനെ വരും. നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. അല്ല ചുമ്മാ കൈ കാണിച്ചാലൊന്നും വരുമൊന്നുമില്ല. നമ്മൾ അതിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. മെഡിറ്റേഷൻ ചെയ്യും. ആ മെഡിറ്റേഷൻ ചെയ്ത് ഇതൊക്കെ ചെയ്യുന്ന ഒരു സെൻട്രൽ ആൻഡ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നൊരു മെഡിറ്റേഷൻ ഉണ്ട്. ഈ മെഡിറ്റേഷൻ ചെയ്തേച്ചാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. എങ്കിലേ ഇതിന് കൂടുതൽ പ്രയോജനം കിട്ടുള്ളൂ. അല്ലാണ്ട് ചുമ്മാ പെല്ലെടുത്തൊക്കെ പിടിച്ചാലൊന്നും മാളം അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം കിട്ടുക. ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് എങ്ങോട്ട് മാഡത്തിന് എന്നോ അറിയേണ്ടത് പറഞ്ഞോളെ. എന്നോ അറിയണ്ടേ? ഇനി എനിക്കൊരു ജന്മം ഉണ്ടോ? അടുത്തൊരു പുനർജന്മം ഉണ്ടാവും ഉണ്ടോയെന്ന് അറിയണം. ശരി, നമുക്ക് നോക്കാം. നമ്മൾ പ്രേക്ഷകർ കാണുന്നത് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പുനർജന്മമുണ്ട്. ഉണ്ട് 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 ഉണ്ട്. അതെന്തായിരിക്കും അറിയാൻ ചോദിക്കാം. അത് എന്തായിരിക്കും? ഞാൻ പെണ്ണായിട്ടാണോ ആണായിട്ടാണോ ചോദിക്കാം. അങ്ങനെ ചോദിക്കാമോ? ഓഹോ. പെണ്ണായിട്ടാണോ അടുത്ത ജന്മം ജനിക്കുന്നത്? ആദ്യം മനുഷ്യനായിട്ട് ജനിക്കുമെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് അല്ല, മനുഷ്യനാണെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. മനുഷ്യനാണ് ജന്മം കിട്ടുന്നത്. ഇനി സ്ത്രീയോ പുരുഷനോ? സ്ത്രീയായിട്ടാണോ? അല്ല, സ്ത്രീയായിട്ടല്ലേ? ഈ പുരുഷനായിട്ടാണ് ജന്മം കിട്ടുന്നത്. ഇനി പുരുഷ ജന്മമാവരുത്. അപ്പോൾ അത് എന്നാന്നറിയോ, ഈ ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പുരുഷജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ സുഹൃതം ചെയ്തവർക്കാണ് വരുന്നത്. സുഹൃതമുണ്ട്. അത് സുഹൃതം ഒരുപാടുണ്ട്. അതിൻ്റെ ബാക്കിയാ സുഹൃതം ചെയ്തെങ്കിൽ പുരുഷജന്മം, ഒരു മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത് തന്നെ അത് ഇതാണ്. ഒരുപാട് സുഹൃതം ചെയ്തെങ്കിലേ ഉള്ളൂ. അതും ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുക. ബ്രഹ്മജ്ഞാനമുള്ള ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിന് സുഹൃതം. എന്തിനാ ഈ ബ്രാഹ്മണനായിട്ട് ജന്മം കൊടുക്കുന്നത്? എന്തിനാ? വേഗം മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അതിനെ ദുർവിനിയോഗം ചെയ്യുമ്പോഴാണ് ഭാഗവത്തിൽ പറയുന്നത് അടുത്ത ജന്മം കോഴിയായിട്ട് ജനിക്കുന്നു. ബ്രാഹ്മണൻ പണത്തിന് വേണ്ടി ദേവപൂജ ചെയ്തെങ്കിൽ അടുത്ത ജന്മം കോഴിയായിട്ട് ജനിക്കുന്നതാണ് ഭാഗവത്തിൽ പറയുന്നത്. ഇവിടെ ഇന്ത്യയിൽ തന്നെയാണോ ജനിക്കുന്നത്? അത് നോക്കാം. ഇന്ത്യയിൽ ജനിക്കുന്നതാണ് ഭാഗ്യം. അങ്ങനെയാണ് കാണുന്നത്. ഭാരതത്തിൽ തന്നെ ജനിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ എങ്ങും അല്ല കേട്ടോ, അത് പറഞ്ഞേക്കാം. ഇവിടെ അല്ലേ? കേരളത്തിലല്ലെന്നാണോ ഇന്ത്യയിൽ അല്ലെന്നാണോ? കേരളത്തിലുമല്ല. കേരളത്തിലുമല്ല. ഇന്ത്യയിലാണോ? ഇന്ത്യയില. ഏതോ ഒരു പുണ്യസ്ഥലത്തായിട്ട് പോകും.
ശ്രേഷ്ഠമായൊരു സ്ഥലത്താണ് ജന്മം ഉണ്ടാകുന്നതാണ് കാണുന്നത്. പുരുഷനായിട്ട് ജനിക്കുകയും ചെയ്യും. അധികം കാലം ആയുസ്സില്ലാത്തൊരു ജന്മമാണോ കാണുന്നത്? നോക്കട്ടെ, ഇനി കാണുന്നതോ? അതിന് ആയുസ് കുറവാണല്ലോ കാണുന്നത്. ഇനിയൊരു ജന്മം ഉണ്ടായാലും ആ പുരുഷനായിട്ട് ജനിച്ചില്ല, അതിന് ആയുസ് കുറവാണ് കാണുന്നത്. അങ്ങനെ വരാൻ വഴിയില്ല. അതാണോ അവസാനത്തെ ജന്മം? അത് കഴിഞ്ഞ് പിന്നെ ജന്മം കാണുന്നില്ല. അത് കഴിഞ്ഞ് ജന്മം കാണുന്നില്ല. അത് കഴിഞ്ഞിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പിന്നെ ഇതെല്ലാം കഴിഞ്ഞൊരു യുഗം വരുമ്പോൾ അറിയാം. അങ്ങനെ ഏതൊരു വിഷ്ണുവിൽ ലയിക്കുന്നതാണ് കാണുന്നത്. മഹാവിഷ്ണുവിൽ ലയിക്കുന്നതാണ് കാണുന്നത്. ഇനി പിന്നെ ജന്മം ഇല്ലെന്നാണ്. അതായത് നമ്മുടെ ഈ ജീവാത്മാവ് അത് ഭഗവാനിൽ ലയിക്കും, പിന്നെ ജന്മം ഇല്ലെന്നാണ്. ഒരു ജന്മം കൂടി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇല്ലെന്നും കാണുന്നുണ്ട്. അത് നല്ലൊരു സൈൻ അല്ലേ? അതെ 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 അതെ. പക്ഷെ ആയുസ് കുറവായിട്ട് കാണുന്നു. ദീർഘായുസിൻ്റെ ആ കാലം ആയുസ് കുറവാണെന്ന് കാണുന്നുണ്ട്. ഒരു 10-30 വയസ്സ് വരെയൊക്കെ ഉണ്ടാവുള്ളൂ. ഏതാണ്ട് അതൊക്കെ കാണുള്ളൂ. അതായത് യൗവനത്തിൻ്റെ നല്ല കാലത്തിൽ പോകും. അപ്പം നല്ല ധാരാളം സുഹൃത്തുക്കളുള്ള കുടുംബത്തിലേ പോയി ജനിക്കുകയുള്ളൂ. നല്ല സുഹൃത്തുക്കളുള്ള കുടുംബത്തിൽ പോയി ജനിക്കും. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഇത് കാണുന്നത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാമെന്നല്ലേ. ഇപ്പം ഞാൻ യാഥാർത്ഥ്യം നമുക്ക് കാണാൻ പറ്റുമോ? നമ്മൾ ഭഗവാനോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി ഇങ്ങനെയാണ് കിട്ടുന്നത്. ഒരുപക്ഷെ സത്യമായിരിക്കാം, ഒരുപക്ഷെ സത്യക്കേടായിരിക്കാം. പക്ഷെ നമ്മളെ പഠിപ്പിച്ചതനുസരിച്ച് നമ്മൾ കിട്ടുന്ന അനുഭവം നമുക്കിതാണ്. അല്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കാൻ കാര്യം വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു അറിവ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സത്യമാണോ? സത്യമാണ്. അതെയോ? അത് ശരി, അതറിയാം. അത് ശരി. അതൊന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെ തന്നെയാണ്. ആൾ ഒരുപാട് സുഹൃത്തുള്ള ആളാണ്. മാഡം നല്ലൊരു വീട്ടമ്മയാണ്. ഭക്തിയുള്ള വീട്ടമ്മയാണ്. അത് ഇപ്പോഴുള്ള കാര്യമല്ലേ പറയുന്നത്? ഇപ്പോഴത്തേതാ പറയുന്നത്. അപ്പം ശരിയാണെന്ന് മാഡം തീരുമാനിച്ചോളാം മതി. ഞാനിവിടെ കണ്ട കാര്യം പറയുന്നു മാത്രം. പിള്ളേരൊക്കെ നല്ല നല്ല പോകുന്ന കാണുന്നത്. എല്ലാം കൊള്ളാം. എന്തായാലും മാഡം പൊതുവെ നിങ്ങളുടെ കുടുംബം പോസിറ്റീവാണ്. എൻ്റെ ഭർത്താവ് കുടുംബത്തോടെ അച്ഛനും അമ്മയും മക്കളും പോസിറ്റീവാണ്. അതെ അതെ. പൊതുവെ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ പൊതുവെ നല്ല ചിന്താഗതി, നല്ല പ്രവർത്തനമാണെന്നാണ് എൻ്റെ ശാസ്ത്രത്തിൽ കിട്ടുന്നത്. പൊതുവെ നല്ല അച്ഛനും നല്ല അമ്മയും നല്ല മക്കളും ഉണ്ടോ? അങ്ങനെ തന്നെ കാണുന്നത്. വീണ്ടും നന്നായി വരട്ടെ. താങ്ക് യു. സാറ് ഇതുപോലെ നോക്കിയിട്ടുണ്ടോ സാറിനെ പറ്റി? ഞാൻ ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ കാര്യം മറ്റൊരാൾ നോക്കി പറയുകയാണെങ്കിൽ വേണ്ടി കാര്യം, എൻ്റെ കാര്യം ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ചില കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. എൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ചുരുക്കവേ ഞാൻ നോക്കാറുണ്ട്. എന്നാലും മറ്റൊരാളെ കൊണ്ട് നോക്കിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ ഇതുപോലെ പിന്നെ പിള്ളശാസ്ത്രം പഠിച്ചവൻ ആര് കിടക്കുന്നു? അത് അറിയാവുന്നവൻ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചവരാരും ഇല്ല, ഇത് കൈകാര്യം ചെയ്യുന്നില്ല. അവരെല്ലാം ഉത്തരത്തിൽ മുട്ടി വെച്ചിട്ട് പോവുക. ഇത് പല ആൾക്കാരും മരിച്ചുപോയി. പല ആൾക്കാരോട് ചോദിച്ചിട്ട് അവർ അനങ്ങുന്നില്ല. ഇത് പ്രാക്ടീസ് ചെയ്യാതെ പ്രയോജനം. ഇത് ജിമ്മ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊരു വല്ലാത്ത സാധനം തന്നെയാണ്. ഇത് കൈകാര്യം ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിനെ ഏകാഗ്രമായിട്ട് നിന്ന് ഒക്കെ ചെയ്തെങ്കിലേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു ദൈവനിയോഗം പോലല്ലേ ഈ ഒരു സിദ്ധി കിട്ടി. അതെ അതെ അതെ. അപ്പം അതൊരു പരിഭാവനമായ ഒരു കാര്യമാണ്. നമ്മൾ ആ ഒരു പോസിറ്റീവായിട്ട് കറങ്ങുക, അല്ലെങ്കിൽ ഏത് രീതിയിലും നമുക്കൊരു ഉത്തരം നൽകുക എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച സത്യമാണ്. അപ്പം അതെന്തായാലും നിലനിൽക്കട്ടെ എന്നും. അപ്പം ഇതിപ്പോൾ സാർ ഒരെണ്ണം കാണിച്ചു, രുദ്രാക്ഷത്തിനെ കാണിച്ചു. പിന്നെ ഉള്ളത് നമ്മുടെ കയ്യിലുള്ളത് എനിക്ക് തോന്നുന്നു അത് പൂവജ്രാണെന്ന് തോന്നുന്നു. ഇത് ഒരു ഗുരു തന്നതാണ്. ആണല്ലേ? ഞാൻ 2-3 പേരുടെ അടുത്ത് പോയി പഠിച്ചതാണ്.
ഇതൊരു ഗുരു തന്നതാണ്. ഇതിൻ്റെ ഉപയോഗം കുറവാണ്. അതും പിന്നെ എൻ്റെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു. ഇതും ഒരു ഗുരു തന്നതാണ്. ഇത് ഗുരു തന്നതല്ല, ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്. അത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ തന്ന വെച്ചാൽ ഇത് പിന്നെ ഓൺലൈനിൽ വന്നതാണ്. ആണല്ലേ? ഇതെനിക്കത് ബ്ലാക്ക് ടർമലിനാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ട് സ്വർണ്ണമൊക്കെ പരീക്ഷണാർത്ഥം സ്വർണ്ണം കൊണ്ട് മണി ഒളിച്ചു വെച്ചിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. ആദ്യം ഏതാ ചെയ്തത്. അപ്പോൾ സ്വർണം കിട്ടുന്നൊക്കെ നമ്മൾ മൊബൈലിൽ കണ്ടു, അതുകൊണ്ട് നോക്കിയതാ. അങ്ങനെ ഇത് വെച്ച് നോക്കിയിട്ടേ ഏതെങ്കിലും ഇങ്ങനെ വില പിടിപ്പുള്ള ഇപ്പൊ രത്നങ്ങളോ സ്വർണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടോ? മണ്ണിനടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല മാഡം, കിട്ടിയിട്ടില്ല. ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. അതിന് മുമ്പേ പറഞ്ഞാലല്ലേ ഈ അവിടെ എവിടെയും പോയി നോക്കി വെച്ചാൽ ഉണ്ടെന്ന് വരുന്നത്. മാന്തി എടുത്തെങ്കിൽ പിന്നെ നമുക്ക് അതിൽ കൂടുതൽ വയ്യാവലിയാവും. അങ്ങനെയൊന്നും മാന്താൻ പറ്റത്തില്ല. ഒളിപ്പിച്ച് വെച്ചാൽ അതായത് പണ്ട് ഇട്ടച്ച്, ടിപ്പു സുൽത്താൻ്റെ കാലത്തൊക്കെ ഒരുപാട് ഇട്ടച്ച് പോയിട്ടുണ്ട്. അവിടെ കൊണ്ടുവരൊരു ഞങ്ങളുടെ അടുത്ത അച്ഛൻ്റെ ഒക്കെ ഒരു ക്ഷേത്രമുണ്ട്, അതിനകത്ത് കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. എന്തി ആരും എടുക്കാത്തത്? പല സ്ഥലങ്ങളിലും കിടപ്പുണ്ട് അറിയാവുന്നത്. എന്തി ആരും മാന്താത്തത്? മാന്തിയ പേടിയാ. ഈ മനുഷ്യനെ അല്ല പേടി, വേറെ ചില പേടികളുണ്ട്. അല്ല അങ്ങനെ ഇപ്പം പഴയ രാജാക്കന്മാർ അങ്ങനെ കുഴിച്ചിട്ട ക്ഷേത്രം സ്വത്തുക്കൾ പലതും പോയി ഇട്ടച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഈ അടുത്തടുത്ത് അടുത്ത് കുറച്ച് കിടപ്പുണ്ട്. ഒരു 3 കോടി രൂപയുടെ സ്വത്ത് കിടപ്പുണ്ട്. എന്നോട് ചോദിച്ചത് കാണിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ആ വസ്തുവിൻ്റെ പ്ലാൻ എനിക്ക് അയച്ചു തന്നായിരുന്നു. ഞാൻ വസ്തുവിൻ്റെ പ്ലാൻ അയച്ചു നോക്കിയിട്ട് പെൻഡിനെ വെച്ച് നോക്കിയപ്പോൾ കിടക്കുന്ന സ്പോട്ട് ഞാൻ കണ്ടു. അതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. തലയിടാൻ പോയ മാഡം എനിക്ക് കുറച്ചാൾ ജീവിച്ചാൽ കൊള്ളാറുണ്ട്. ഞാൻ നോക്കിയപ്പോൾ 2.5 കോടിയേ കണ്ടുള്ളൂ. ഞാൻ വേറൊരാളെ കൊണ്ട് നോക്കി ഒരു 3 കോടിയുടെ മുതൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ ഞാൻ വഴിക്കേ പോകേണ്ടത് അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അതിന് സർപ്പം കാവല, ഭൂതങ്ങൾ കാവല. നമ്മൾ അതിനെയൊക്കെ ഇട്ടച്ച് ചെന്ന് നമ്മളെ കൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും നമ്മൾ പോയി തലയിട്ടാലൊന്നും ശരിയാകില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒരിടത്തുനിന്ന് പോയി ഞാൻ ഓട്ടം പിടിച്ചതാണ്. അത് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ട ആളുടെ വീടും പോയി, എനിക്കിട്ടും കിട്ടി. അനുഭവിക്കാൻ വേണമെങ്കിൽ ഇവരെല്ലാം ഉപേക്ഷിച്ചായിരിക്കണം. ഈ പറയുന്ന എനർജി ഉപേക്ഷിച്ചായിരിക്കണം. ഉപേക്ഷിച്ചാണെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇല്ല, കിട്ടുകയില്ല. സർക്കാർ അറിഞ്ഞാൽ ആദ്യം കൊണ്ടുപോകും. അത് അങ്ങനെയൊന്നുണ്ട്. സർക്കാർ അതുപോലെ തന്നെ ഇപ്പം മണ്ണടിയിൽ പല പല വിഗ്രഹങ്ങളൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അടിഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ, മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാവും. കാണാൻ പറ്റും, കണ്ടെടുക്കാൻ പറ്റും. സർപ്പ വിഗ്രഹങ്ങളാവും, ദേവി വിഗ്രഹങ്ങളാവും, ഏതെങ്കിലുമൊക്കെ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇങ്ങനെയുള്ള ഇന്നിപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന മാർഗങ്ങൾ വേറെ പല കൂട്ടങ്ങളും ഉണ്ടല്ലോ. ഇതൊക്കെ ഇതൊക്കെ പണ്ട് പഴയ വാഴ്ചയുള്ള കാലത്ത് ഈ ഫോറിൻ രാജ്യത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ ചൈനക്കാരും ഇതൊക്കെ എന്നതായിരുന്നു. ഈ 2ാം ലോകത്തെ കാലത്തെ പണി എന്നതായിരുന്നു. ഈ മണ്ണിൽ കിടക്കുന്ന പിന്നെ ഈ മൈനും മറ്റോ കണ്ടുപിടിക്കാൻ വേണ്ടി, അപകടങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ പെൻഡിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പെൻഡിലും കൊണ്ട് നമ്മളാരും വിചാരിക്കുന്ന ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പഴയ ബ്രിട്ടീഷ് രാജ്യക്കും മറ്റൊക്കെ ഈ ഡൗസ് ചെയ്യുന്നവർ ഈ ഹീലർമാരെ വലിയ ഇഷ്ടമായിരുന്നു. ഇങ്ങനെയുള്ള അമൂല്യമായ വസ്തുക്കളെ കണ്ടുപിടിക്കുക, മണ്ണടി കിടക്കുന്ന എണ്ണ കണ്ടുപിടിക്കുക, അതിനൊക്കെ വളരെ പ്രാധാന്യമാണ്. ഇന്നും അങ്ങനെയൊക്കെ. പണ്ട് മഹർഷിമാരും മറ്റൊക്കെ അവരുടെ കയ്യിലുള്ള ദണ്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കുമായിരുന്നു. അതുപോലെ തന്നെ ബൈബിളിനകത്തൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് പിന്നെ ആൾക്കാർ പോയി ഈ ദണ്ട് കൊണ്ട് തട്ടി നോക്കി, പാറയെ തട്ടി നോക്കി വെള്ളം കണ്ടുപിടിച്ച സംഭവങ്ങളൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല, ഇത് കാലാകാലമായിട്ടുള്ളതാണ്. ഇത് പിന്നെ പലതരത്തിലുമുണ്ട്. കിണറിന് സാധനം കാണാൻ പറ്റും. കിണറിന് സാധനം കാണാൻ പറ്റും. ഇതുകൊണ്ട് ഞാൻ എന്തേലും സാധനം കണ്ടിരിക്കുന്നു. കുഴൽക്കിണറിന് സാധനം കാണും, അല്ലാത്ത സാധനം. പിന്നെ ഇതുകൊണ്ട് പിന്നെ വെള്ളം നല്ലതാണെന്ന് നോക്കും, മോശമാണെന്ന് നോക്കും. ചില രാശികളിൽ കിണർ കുത്തിയാൽ ആ വെള്ളം കുടിക്കാൻ കൊള്ളുകയല്ല. വൃശ്ചികൻ രാശിയിലും കിണർ കുത്തിയാൽ വിഷമാണെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കിണറ്റിൽ ചിലപ്പം ചില സാധനങ്ങളൊക്കെ നിക്ഷേപിക്കുകയും ചെയ്യും അല്ലേ? അങ്ങനെയൊക്കെ കലക്കി ഒഴിക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ആ വെള്ളം കുടിച്ചാൽ മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്യാം അല്ലേ? കന്നിമൂലയിൽ ഏറ്റവും കിണർ കുത്തിയ കാര്യമല്ല, പക്ഷെ വേറെ ആമ്പിള്ളേർക്ക് ദോഷമാണ് കുടുംബത്തിൽ. പക്ഷെ വെള്ളം നല്ലതാണ്, നല്ല സ്വാദാണ്. പക്ഷെ വീടിന് ഐശ്വര്യമല്ല. ഏറ്റവും നല്ല മീനൻ രാശിക്ക്, അതായത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് വീടിൻ്റെ കിണർ കുത്തിയാൽ ഏറ്റവും ബെസ്റ്റാണ്. മകരൻ രാശിക്ക് നല്ലതാണ്, കുംഭൻ രാശിക്ക് നല്ലതാണ്. മകരം, കുംഭം, മീനം, മേടം, ഏടവം വരെയാകാം, പിന്നെ കൊള്ളുകയില്ല.
ഇപ്പം കുഴപ്പം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് വീടുകൾ കെട്ടുമ്പോഴും ഇതൊന്നും നോക്കിയിട്ടായിരിക്കില്ല കെട്ടുന്നത്. ഒരു കാര്യം പ്രശ്നമാണ് അത്. ഞാൻ ജനിച്ച കരയിൽ ഒരു വീടിന് പിന്നെ നടവാതൊക്കെ കിണർ കുത്തി പടിഞ്ഞാറ് ദർശനമുള്ള വീടാണ്. ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചു ഇത് ആരായി കിണറിൽ സാധനം കണ്ടത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എന്ത് വേണ്ടി പറ്റില്ലെന്നറിയോ? ആ വീട്ടിൽ ആ രണ്ടാണുങ്ങളുണ്ടായിരുന്നു, രണ്ടും പോയി. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ദൂഷമാണ് നിങ്ങൾ അനുഭവിക്കുന്നു പറഞ്ഞു. ഇത് എത്രയും മൂടിയില്ല, നല്ലൊരു കെട്ട് കഴിയത്. ഭർത്താവും പോയി, മകനും പോയി. കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ ഈ പെട്രോൾ ഉപയോഗിച്ചിട്ടേ നമ്മളിപ്പം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ വീടിന്റെ പ്രദേശത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെ ആ വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ ആ വീടിന്റെ പറമ്പിൽ ആത്മാവിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. നമുക്ക് എന്ത് വേണേലും കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ചാത്തനെ കൊണ്ട് എന്തെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കരിങ്കുറ്റി പറക്കുറ്റി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഓരോരോ രീതിയിൽ ഒന്നാമത് നമ്മൾ ഈ പറയുന്ന മൂർത്തികളെ പറ്റി പഠിച്ചിരിക്കണം. ഈ മൂർത്തികളെ പറ്റി പഠിച്ചിട്ട് പേരറിഞ്ഞിരുന്നെങ്കിലേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നതാണോ എന്ന് വെന്റിലത്തോട് ചോദിച്ചു കഴിയുമ്പോൾ അത് അതിൻ്റെ ചലനം കൊണ്ട് നമുക്കറിയാൻ പറ്റും. എൻ്റെ കുറേ ഉണ്ട്, ബുക്കിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, കുറേ എഴുതിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ കുറവായത് കാരണം. അതുപോലെ ഈ